തൃശ്ശൂരിൽ പൂരാവേശം പാരമ്യത്തിലേക്ക് എത്തുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനു പിന്നാലെ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം പതികാലത്തിൽ നിന്ന് കൊട്ടിക്കയറി. കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ 300ഓളം കലാകാരന്മാരാണ് ഇലഞ്ഞിത്തറയിൽ അണിനിരുന്നത്. ചരിത്ര പ്രസിദ്ധമായ കുടമാറ്റം അല്പസമയത്തിനകം ആരംഭിക്കും. ലക്ഷക്കണക്കിന് ആളുകളാണ് പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ കടുത്ത ചൂടിനെ വകവയ്ക്കാതെ പൂരപ്രേമികളെല്ലാം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് കുടമാറ്റത്തിൻ്റെ സമയമാകുന്നു. ഇലഞ്ഞിത്തറ മേളം ആവേശത്തിൽ അങ്ങനെ ആറാടി. ഇലഞ്ഞിത്തറ മേളം പരിസമാപ്തിയിലെത്തി. ഇനി അതിനുശേഷം ഒരല്പസമയം വിശ്രമമാണ്. അത് കഴിഞ്ഞാൽ കുടമാറ്റത്തിനുള്ള സമയമായി. അങ്ങനെ വർണ്ണക്കുടകളുടെ നിറഭംഗി, അതിൻ്റെ ഒരു വർണ്ണച്ചാർത്ത് കാണാൻ പൂരപ്രേമികൾ ഒഴുകിയെത്തിയത് പൂരപ്പറമ്പിലേക്കാണെങ്കിൽ ആവേശത്തോടെ 24ന്റെ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ മലയാളികൾ കാത്തിരിക്കുകയാണ് കുടമാറ്റം കാണാൻ. ആവേശത്തിൽ ആറാടിക്കുന്ന കുടമാറ്റത്തിൻ്റെ തത്സമയ വിവരങ്ങൾ അത് നൽകുന്നതിനായി നമ്മുടെ ടീം അംഗങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സൂരജ് സജി ഇപ്പോൾ ചേരുന്നുണ്ട് ഇലഞ്ഞിത്തറയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ഇലഞ്ഞിത്തറ മേളം അവസാനം എത്തിയപ്പോഴേക്കും നമ്മൾ കണ്ടത് ഈ കയ്യിൽ കിട്ടിയ തൂവാലകളും വിശറിയും ഒക്കെ എടുത്ത് താളമേളങ്ങളോടെ എല്ലാവരും ഒരു ആറാടുന്നതാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ ആവേശം തന്നെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ടോ? കുടമാറ്റത്തിനുള്ള സമയമായോ? മണിക്കൂറുകൾ കാത്തുനിന്ന ആളുകളാണ്. ഒരു പുരുഷാരം അങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഇലഞ്ഞിത്തറ മേളത്തിന് താളം പിടിച്ചു. അതായത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇലഞ്ഞിക്ക് കീഴിലായിരുന്നു ഇക്കുറി ഇലഞ്ഞിത്തറ മേളം നടന്നത്. എന്തായാലും വലിയൊരു ജനക്കൂട്ടം, അവർ വലിയ ആവേശത്തോടു കൂടി ആ ഇലഞ്ഞിത്തറ മേളം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാനായത്. എന്തായാലും വലിയ സന്തോഷം നമുക്ക് ഇതിനകത്ത് പ്രകടമാകുന്നുണ്ടായിരുന്നു ഈ പൂരപ്രേമികളെല്ലാം സംബന്ധിച്ച്. എന്തായാലും എനിക്ക് പിന്നിൽ ഇപ്പോൾ ഈ തെക്കോട്ടിറക്കത്തിന് തയ്യാറായി നിൽക്കുന്നു. തെക്കോട്ടിറക്കം നടക്കുന്നതാണ്. വലിയ ആരവം, ആദ്യ ആന പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് തോന്നുന്നു. വലിയ ആരവം മുഴക്കിക്കൊണ്ട് ആളുകൾ ഈ തെക്കോട്ടിറക്കത്തെ വരവേൽക്കുന്നതാണ് കാണുന്നത്. ഇവിടെ ആകെ, അതായത് തെക്കിൻകാട് മൈതാനവും തെക്കേ നടയും എല്ലാം വലിയ രീതിയിൽ ജനക്കൂട്ടത്തെ കൊണ്ട്, അതായത് ജനസാഗരമായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിലെ വിവിധ കെട്ടിടങ്ങളിലെല്ലാം തന്നെ ആളുകൾ കവിഞ്ഞു കഴിഞ്ഞു. കാരണം ഈ മുകളിലെല്ലാം കയറാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം ആളുകൾ ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ മരങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ കയറി നിൽക്കുന്നതെല്ലാം നമുക്ക് കാണാം. എന്തായാലും ഈ തെക്കോട്ടിറക്കമാണ് ഇനി കാണാനുള്ളത്. ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്ന് ആളുകൾ ഓടുകയായിരുന്നു. അതായത് 2 ഫ്ലൈ ഓവറുകൾ ഇതിന് പുറത്തേക്ക്, വടക്കുംനാഥ ക്ഷേത്രത്തിന് പുറത്തേക്കുണ്ട്. ആ 2 ഫ്ലൈ ഓവറുകളിലൂടെയും ആളുകൾ 2 വശത്തുകൂടി എങ്ങനെയെങ്കിലും തെക്കോട്ടിറക്കം കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു അവർ. അവിടെ നിന്ന് ഓടി ഈ തെക്കോട്ടിറക്കം നടക്കുന്ന തെക്കേ ഗോപുര നടയിലേക്ക് എത്തി. അങ്ങനെ പലരും ഇങ്ങോട്ടേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ദൂരത്ത് നിന്നെങ്കിലും ഈ തെക്കോട്ടിറക്കവും കുടമാറ്റവും എല്ലാം കാണാനുള്ള ആഗ്രഹത്തോടു കൂടി തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളാണ്. നമുക്ക് സ്ത്രീകളടക്കമുള്ളവരെ കാണാം. നമ്മുടെ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ഈ പൂരത്തെ വരവേൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. അങ്ങനെ കുടമാറ്റം കാണാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു ജനത, അവരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും തെക്കോട്ടിറക്കം തുടങ്ങാൻ പോകുന്നു. ഈ തെക്കോട്ടിറക്കം കഴിഞ്ഞ് നേരെ പോയി ഒരു പ്രതിമയുണ്ട്. തെക്കോട്ടിറക്കം കഴിഞ്ഞ് തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിലെ പ്രതിമ, ആ പ്രതിമയെ വലം വച്ച ആനകൾ തിരിഞ്ഞു നിൽക്കും. അത് പണ്ട് ഈ മാർക്കറ്റിൽ, അതായത് അവിടെയുള്ള മാർക്കറ്റിൽ, കോർപ്പറേഷന് സമീപമുള്ള മാർക്കറ്റിൽ നേരത്തെ പറയുണ്ടായിരുന്നു. ആ പറയെ അനുസ്മരിച്ചുകൊണ്ടാണ്, അവിടെ പറ എടുക്കുന്നത് സങ്കല്പിച്ചുകൊണ്ടാണ് അവിടെ എത്തി ഈ കോർപ്പറേഷന് മുന്നിൽ ആനകൾ തിരിഞ്ഞു നിൽക്കുക. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക്, അതായത് ഈ തെക്കേ നടയുടെ എതിർദിശയിലേക്ക് നിൽക്കും. അങ്ങനെയാണ് പിന്നീട് ഈ തെക്കോട്ടിറക്കവും പിന്നീട് അടുത്ത വിഭാഗം എതിർദിശയിലും വന്ന് നിൽക്കും. അങ്ങനെ എന്തായാലും തെക്കോട്ടിറക്കത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തെക്കോട്ടിറക്കം നടക്കും. സ്മിത, സൂരജ്, ഈ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ദൃശ്യങ്ങളിൽ ചില ഇടങ്ങളിൽ ഒരു ചെറിയ ആൾക്കൂട്ടത്തിന്റെ കുറവ്, അതെനിക്ക് തോന്നുന്നു ഈ തെക്കോട്ടിറക്കം അത് വരുമ്പോൾ, ആനകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിനു വേണ്ടിയുള്ള നിയന്ത്രണങ്ങളാണോ? കാരണം നമ്മുടെ യൂട്യൂബിൽ കുറേ പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അവിടെ ഒരു ഇച്ചിരി ആൾ കുറവുണ്ടോ എന്നുള്ളൊരു സംശയം. അതെന്താണ് സംഭവിക്കുന്നത്? നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണോ അത്?
സ്മിത, അത് ഈ തെക്കോട്ടിറക്കത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് 2 സ്ഥലങ്ങളിലായി വടം കെട്ടി തിരിച്ചുകൊണ്ട് ആളുകളെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. ആനകൾ ഇറങ്ങുന്ന സമയത്ത് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ പോകുന്നതിന് വേണ്ടിയാണ്, തെക്കോട്ടിറക്കം സുഗമമായി പോകുന്നതിന് വേണ്ടിയാണ് 2 വിഭാഗത്തും ആളുകൾ, അതായത് 2 വിഭാഗത്തും ആനകൾ അണിനിരന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ നടുക്കുള്ള ആളുകൾ, അതായത് ഈ ആളുകൾക്ക് അവിടെ നിന്ന് പൂരം കാണാൻ കഴിയുക. അതിനു മുൻപ് തന്നെ പോലീസ് ഇപ്പോൾ ആ കാണുന്ന ഭാഗത്തെല്ലാം തന്നെ വടം കെട്ടി തിരിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ആളുകൾ നിൽക്കാത്ത ഭാഗം എന്ന് പറയുന്നത് വടം കെട്ടി തിരിച്ച മേഖലയാണ്. അവിടെ ആളുകളെ അനുവദിക്കും. പക്ഷേ അത് 2 വിഭാഗവും, പാറമേക്കാവും തിരുവമ്പാടിയും മുഖാമുഖം തിരിഞ്ഞു നിന്നതിന് ശേഷം മാത്രം ഈ നടുവിലെ വടം പോലീസ് അഴിച്ചു മാറ്റും. അത് ഒരു വല്ലാത്ത അനുഭൂതി. അതായത് പൂരം കണ്ടിട്ടുള്ളതിൽ, അല്ലെങ്കിൽ പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ വടം അഴിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ആ ജനങ്ങളുടെ തിരക്ക്. അതായത് ഈ പൂരം നടക്കുന്നതിന് നടുവിലേക്ക് അവർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ട് സ്മിത. അത് പ്രത്യേകിച്ച് ഈ തെക്കേ ഗോപുരത്തിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പൂരം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഈ ഗോപുരത്തിന് മുകളിലിരുന്ന് പൂരം കാണുക എന്നുള്ളത്. അങ്ങനെ കാണുമ്പോൾ നമുക്കത് പ്രകടമാകും. ആ ഗോപുരത്തിന് മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ വടം പോലീസ് മാറ്റുന്നു. തൊട്ടു പിന്നാലെ ഇരുഭാഗത്തും തടിച്ചുകൂടി നിൽക്കുന്ന ജനം ആ നടുവിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തും. അതായത് ഈ പൊടിപൂരം എന്ന് പറയാവുന്നത് പോലെ വാനിൽ അങ്ങനെ പൊടികൾ പാറും. പക്ഷേ ജനസാഗരം ഇങ്ങനെ ഇരമ്പിയാർത്ത ഈ 2 വിഭാഗത്തിനും നടുവിൽ അങ്ങനെ തളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പൂരത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാഴ്ചയാണ് ആ നടുഭാഗത്തുള്ള വടം മാറ്റിയതിനു ശേഷം ആളുകൾ, ജനസഞ്ചയം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. എന്തായാലും തെക്കോട്ടിറക്കത്തിന് തയ്യാറെടുത്ത് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മേളം ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തെക്കോട്ടിറക്കം നടക്കും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മേളക്കാർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ആ മേളം ഇറങ്ങി തുടങ്ങുന്നതിന് തൊട്ടു പിന്നാലെ ആനകൾ ഇറങ്ങി തുടങ്ങും. അതിനുശേഷം നേരെ അവർ എത്തുക തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിലാണ്. അവിടെയുള്ള പ്രതിമയെ വലം വച്ച് നേരത്തെ മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു പറയുണ്ടായിരുന്നു പണ്ട് ചരിത്രപരമായി തന്നെ. ആ പറയെ അനുസ്മരിച്ചുകൊണ്ട് അല്പനേരം അവിടെ നിൽക്കും. അതിനുശേഷമായിരിക്കും വീണ്ടും ഈ എതിർവശത്തേക്ക്, അതായത് ഈ തെക്കേ നടക്ക് എതിർ തിരിഞ്ഞ് വന്ന് നിൽക്കുക. എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക്, ആവേശത്തിരയിലാണ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഓരോ നിമിഷവും ഇങ്ങനെ കൂടി വരികയാണ്. എവിടെ നിന്നൊക്കെയോ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു ജനം. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ര മനോഹരമായ കാഴ്ചയാണ് ഈ തെക്കോട്ടിറക്കത്തിൻ്റെ ആ നിമിഷങ്ങൾ. അതിൻ്റെ വർണ്ണപ്പകിട്ടിന് അല്പനിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആനകളിങ്ങനെ ഒന്നൊന്നായി ഇറങ്ങി വരുമ്പോൾ, മേളം ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ആവേശത്തിലാണ് ജനങ്ങളെല്ലാവരും തന്നെ, മേളപ്രേമികളെല്ലാവരും തന്നെ.